ഗാന്ധിജിയെ കൊന്നവരുടെ കേരള സ്റ്റോറി 2. ഗാന്ധിജിയെ കൊന്ന ഗോഡ്സേവാദികളുടെ മനസ്സുള്ളവർക്ക് മാത്രമേ കേരള സ്റ്റോറി 2 പോലെ ഉള്ള ഒരു വൃത്തികെട്ട, ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത, ചീപ്പ് ആൻഡ് വൾഗർ പ്രൊപ്പഗാൻഡ, ആഭാസ പ്രൊപ്പഗാൻഡ എടുക്കാൻ കഴിയും. ഇതിന്റെ ട്രെയിലർ കണ്ടാൽ നമുക്ക് രക്തം തിളയ്ക്കും. ഒരു ഉളുപ്പും നാണോ മാനവും ഇല്ലാതെ ബാസ്റ്റാർഡ് ലൈസ് പറയാൻ യാതൊരു മടിയും ഇല്ലാത്തവർ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. അതിന്റെ ട്രെയിലറിലെ ചില ഭാഗങ്ങൾ അത്യന്തം പ്രകോപനപരമാണ്. ഇത് കണ്ടാൽ എനിക്ക് എന്റെ മുസ്ലിം സഹോദരങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾക്കതിൽ വേദനയും വിഷമവും തോന്നും, ദേഷ്യം തോന്നും. പക്ഷേ ഓർക്കുക, മഹാത്മാഗാന്ധി ഇവർ വെറുതെ വിട്ടില്ല, പിന്നാണോ നിങ്ങളെ. അതുകൊണ്ട് ഇത്തരം തീവ്ര നിയോ നാസികൾ, അർബൻ നാസികൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ഇത്തരം അർബൻ ഫാസിസ്റ്റുകൾ ലോകത്ത് എല്ലാ രാജ്യത്തും ഉണ്ട്, നമ്മുടെ രാജ്യത്തും ഉണ്ട്. അതുകൊണ്ട് എല്ലാ മതങ്ങളിലും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇതേപോലുള്ള എക്സ്ട്രീം വലതുപക്ഷത്ത് നിൽക്കുന്ന തീവ്ര വലതുപക്ഷ, തീവ്ര ഫാസിസ്റ്റ് അർബൻ നാസി പ്രൊപ്പഗാൻഡ പൊളിച്ചെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അത് സമചിത്തതയോടെ, സ്നേഹത്തോടെ, പോസിറ്റീവായി നമുക്ക് പൊളിച്ചെടുക്കാൻ കഴിയണം. വൃത്തികെട്ട ആഭാസമാണ് ഈ സാധനം, വൾഗർ പ്രൊപ്പഗാൻഡയാണ് ഈ സാധനം. ഒരു ഹിന്ദു പെൺകുട്ടി പറയുന്നു, ഞാൻ അങ്ങനെ പട്ടിണി കിടന്ന് മരിച്ചാലും ബീഫ് കഴിക്കില്ല. അപ്പൊ രണ്ട് മുസ്ലിം സ്ത്രീകളും ഒരു പുരുഷനും കൂടെ അവളെ പിടിച്ചിരുത്തി മൂക്ക് പൊത്തി അവളുടെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റുന്നു. ഇതൊക്കെയാണ് അതിലുള്ളത്. ഇത് മാത്രമല്ല, കുറെ വൾഗറായ റെഫറൻസും ഉണ്ട്. ഞാൻ ആദ്യം ഇത് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. കാര്യം എന്തിനാ ചെയ്യുന്നത്, അത് കൂടുതൽ റീച്ച് ആകുകയല്ലേ. അങ്ങനെയല്ല. നമ്മളിത് ചെയ്തില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും ചർച്ചയും മറ്റു കാര്യങ്ങളും. ഹൈന്ദവ വിശ്വാസിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് മുസ്ലിം പള്ളിയുടെ മദ്രസയിൽ. കോട്ടയം കുമാരനല്ലൂർ മക്ക മസ്ജിദിലാണ് മതമൈത്രിയുടെ സന്ദേശമുയർത്തി ഇങ്ങനെ ഒരു പൊതുദർശനം നടന്നത്. പെരുമ്പാവൽ സ്വദേശിനി ഓമന രാജേന്ദ്രന്റെ ഭൗതിക ദേഹമാണ് ഒരു പകലും രാത്രിയും പള്ളിയുടെ ഈ മദ്രസ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചത്. മതമൈത്രിയുടെ സന്ദേശമുയർത്തി കുമാരനല്ലൂർ മുസ്ലിം പള്ളിയുടെ മദ്രസയിൽ നിന്ന് രാമനാമമുയർന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഹൈന്ദവ വിശ്വാസിയായ പെരുമ്പാവൽ ഓമന രാജേന്ദ്രന്റെ ഭൗതികദേഹമാണ് പള്ളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചത്. മക്ക മസ്ജിദിന്റെ എതിർവശത്തെ ഇടവഴിയിലാണ് ഓമനയും ഭർത്താവ് രാജേന്ദ്രനും മകൾ ജ്യോതികയും താമസിച്ചിരുന്നത്. 2 ആഴ്ചയായി അസുഖബാധിതയായിരുന്ന ഓമന കഴിഞ്ഞ ദിവസം ചികിത്സയിലിരിക്കെ മരിച്ചു. വീട്ടിലേക്കുള്ള വഴിക്ക് സ്ട്രക്ചർ കയറ്റാനോ മൊബൈൽ മോർച്ചറി കൊണ്ടുപോകാനോ ഉള്ള വീതി ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്നായിരുന്നു പള്ളി കമ്മിറ്റിയുടെ ഇടപെടൽ. മുസ്ലിം പള്ളിയുടെ ഖുർആൻ പഠിപ്പിക്കുന്ന ഹാളിൽ രാമനാമം ചൊല്ലി ഓമനയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചു. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ വാടകയ്ക്ക് തന്നെയായിട്ട് താമസിക്കുന്നത്. അപ്പം ഇവിടെ റഫീഖങ്ങളിലോണ്ടൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അന്നേരം തന്നെ ഇവരെല്ലാവരും സമ്മതിച്ചു. അവിടെ നടത്താൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്നൊക്കെ ചെയ്തു. ഞങ്ങളങ്ങനെ അവരുടെയും ഹെൽപ്പോടെ തന്നെ ഞങ്ങൾ എല്ലാ രീതിയിലും നല്ല രീതിക്ക് തന്നെ കാര്യങ്ങളൊക്കെ നടത്തി. മതത്തിന്റെ പേരിൽ തമ്മിൽ